സംസ്ഥാന സർക്കാർ സ്വാഭാവികമായിട്ടും ഇത്തരം കാര്യങ്ങളിൽ രാഷ്ട്രീയമായിട്ടുള്ള കുറെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ അതിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. പക്ഷെ അതേ സമയത്ത് ഇത് സർക്കാരിന് നിയമപരമായിട്ട് ഒരു ഇതിലൊക്കെ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒരു പ്രശ്നവും വരുന്ന കാര്യമല്ല. ഇപ്പം ബസന്ത് പറഞ്ഞ പലതും എന്നോട് എനിക്ക് യോജിപ്പില്ല എന്നല്ല, നിയമപരമായിട്ട് ശരിയുമല്ല. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ കേസ് ഉയർന്നു വന്നു, പോലീസ് അന്വേഷണം നടക്കുന്നു. ആ സമയത്ത് ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് സജി ചെറിയാൻ രാജിവെക്കുന്നു. ആ പോലീസ് അന്വേഷണം കഴിഞ്ഞിട്ട് അദ്ദേഹം കുറ്റക്കാരനല്ല എന്നുള്ള റഫർ റിപ്പോർട്ട് കൊടുത്തു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ നിൽക്കട്ടെ, വേറൊരു കേസ് കൂടി വരാനുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് തടയാൻ ഗവർണർക്ക് അധികാരമേ ഇല്ല. അത് നമ്മൾ തെറ്റായ ധാരണയാണ്. ഗവർണർക്ക് അങ്ങനെ കാത്തിരിക്കൂ, ഞാൻ കുറച്ച് കഴിഞ്ഞ് മന്ത്രിയാക്കാം എന്ന് പറയാൻ പറ്റും. മുഖ്യമന്ത്രിയുടെ ശുപാർശ പ്രകാരം മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളില്ലാത്തയാളാണെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ മന്ത്രിയാക്കുന്നതിന് തടസ്സങ്ങളോ ഇല്ലാത്ത ആളാണെങ്കിൽ ആ ആളെ മന്ത്രിയാക്കുക എന്ന് പറയുന്നത് ഗവർണറുടെ ബാധ്യതയാണ്. ഇപ്പോൾ പോലും ഗവർണർ രണ്ട് രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് കോടതിയുടെ മുമ്പാകെ നിൽക്കുന്ന പ്രശ്നമാണെന്ന് പറഞ്ഞു. പിന്നീട് പരാതി കിട്ടിയാൽ നടപടി എടുക്കുമെന്ന് പറയും. പരാതി കിട്ടിയാൽ ഗവർണർക്ക് നടപടി എടുക്കാൻ പറ്റും. കാരണം ഇതിപ്പോൾ ഹൈക്കോടതി ഏറ്റെടുത്ത് കഴിഞ്ഞ കാര്യം കോടതിയുടെ മുമ്പാകെ എത്തിക്കഴിഞ്ഞു. കോടതി കൃത്യമായ നിർദ്ദേശം കൊടുത്തു. അതായത് ഈ അന്വേഷണം ഒരു പ്രഹസനമാണ്, ഈ ആദ്യം നടന്നുള്ള അന്വേഷണം പ്രഹസനമാണ്, അത് നിയമപരമായിട്ടുള്ള ഒരു നടപടിക്രമങ്ങളും പാലിക്കാതെയാണ് റഫർ റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് പറയുകയും അതിനുശേഷം ഈ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണം എന്ന് പറയുകയും ചെയ്തതിന് ശേഷം ഗവർണർക്ക് അതിൽ കയറിയിട്ട് നടപടികളിലേക്ക് പോകാൻ പറ്റില്ല. ഒരുപക്ഷെ കോടതിയുടെ ഭാഗത്ത് പക്ഷെ കോടതിക്ക് വേണമെങ്കിൽ അങ്ങനെ പറയാം. പക്ഷെ അതിൽ പോലും പറയുന്നതിൽ അർത്ഥമില്ല. കാരണം കോടതി അന്വേഷിക്കാനാണ് പറഞ്ഞത്. ഒരാൾക്കെതിരെയുള്ള ഒരു ആരോപണം അന്വേഷിക്കുമ്പോൾ അയാൾക്കെതിരെ പ്രൈമ ഫേസി കേസുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പോലും അയാൾ കുറ്റവാളിയല്ല. അന്വേഷണം കഴിഞ്ഞിട്ട് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം തെളിയിക്കപ്പെടുമ്പോൾ മാത്രമാണ് കോടതിയുടെ മുമ്പാകെ അദ്ദേഹം കുറ്റവാളിയാവുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ സജി ചെറിയാൻ എന്ന് പറയുന്നത് ഈ ഉത്തരവ് പുറപ്പെടുവിച്ച കോടതിയുടെ മുമ്പാകെ പോലും കുറ്റവാളിയല്ല. അപ്പം അങ്ങനെയുള്ള ഒരാളോട് മന്ത്രിസ്ഥാനം രാജിവെക്കണം എന്ന് പറയാൻ കോടതിയും തയ്യാറാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഒരു കാര്യം ശരിയാണ്, സജി ചെറിയാൻ ധാർമ്മികമായിട്ട് രാജിവെക്കണം എന്നുള്ളതിൽ എനിക്കൊരു സംശയമില്ല. അത് ഇങ്ങനെ തുടരുന്നതിൽ ഒരു കാര്യം, കാരണം വളരെ കൃത്യമായിട്ട് അദ്ദേഹം എന്താണ് പറഞ്ഞത് എന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹം പറഞ്ഞതാണ് എന്ന് കോടതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്യണം. അദ്ദേഹത്തിന് സ്വരം നമ്മൾ കേട്ടു, ചാനലുകളിൽ കണ്ടു, ഇതൊക്കെ എല്ലാം ശരിയാണ്. പക്ഷെ കോടതിയിൽ വരുമ്പോൾ അത് സജി ചെറിയാന്റെ ശബ്ദമാണ് എന്ന് ശാസ്ത്രീയമായിട്ട് തെളിയിക്കണം. അത് പറഞ്ഞതുകൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നിയെന്ന് മറ്റുള്ള ആളുകൾക്ക് മറ്റുള്ള സാക്ഷികൾക്ക് പറയാനുള്ള അവസരം കൊടുക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോഴേ കോടതി അദ്ദേഹത്തെ കുറ്റവാളിയായിട്ടോ അല്ലെങ്കിൽ കുറ്റവിമുക്തനായിട്ടോ ഒക്കെ പറയുകയുള്ളൂ. അപ്പം സ്വാഭാവികമായിട്ടും അതൊരു പ്രശ്നമല്ല. നിലവിൽ നിയമപരമായിട്ട് ഇപ്പോഴും ആരിഫ് മുഹമ്മദ് ഖാന് ഇദ്ദേഹത്തെ ചെവിക്ക് പിടിച്ച് പുറത്തു തള്ളാൻ പറ്റില്ല. അദ്ദേഹത്തിന് എന്ത് കാര്യത്തിലും ഞാൻ നടപടിയെടുക്കുമെന്ന് പറയുന്ന ഒരാളാണ്. നേരത്തെ വസന്ത് പറഞ്ഞ പോലെ തന്നെ ഏത് കാര്യത്തിലും രാഷ്ട്രീയം പറയുന്ന ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമായിട്ട് നമ്മുടെ ഗവർണർ മാറുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയേണ്ട കാര്യങ്ങൾ ആദ്യം പറഞ്ഞത് ശരിയാണ്, കോടതിയുടെ മുമ്പാകുള്ള പ്രശ്നമാണ്. അദ്ദേഹത്തിന് പറഞ്ഞ വേറൊരു കാര്യം കൂടി ഉള്ളത്, ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്, മന്ത്രിയാണെന്ന് പറഞ്ഞു. അതൊരു വളരെ കൃത്യമായ, കാരണം ഇത് ന്യായമായിട്ടും ഇവിടെ നിയമപരമല്ലെങ്കിൽ പോലും ധാർമ്മികതര പ്രശ്നമുണ്ട്. ഒരു മന്ത്രി ആ സ്ഥാനത്തിരുന്നു കൊണ്ട് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചാലും ഏത് പോലീസ് അന്വേഷിച്ചു കഴിഞ്ഞാലും അത് വലിയ പ്രശ്നമായി മാറും. അല്ലെങ്കിൽ ഇത് CBI പോലുള്ള ഏജൻസികൾ അന്വേഷിക്കണം. അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാത്തതുകൊണ്ട്, കോടതി ഇത് പറയാത്തതുകൊണ്ട് സജി ചെറിയാൻ മന്ത്രിയായിരുന്നു കൊണ്ട് അന്വേഷിക്കുമ്പോൾ ഉണ്ടാകുന്ന കുറേ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. വേറൊരു കാര്യമുള്ളത്, കോടതിയാണ് ഇടപെട്ടിട്ടുള്ളത്. നമുക്കറിയാം, ഇതിനു മുമ്പേ നമ്മുടെ മുമ്പാകെയുള്ള അഭയ കേസ് ഇതേപോലെ ലോക്കൽ പോലീസ്, ക്രൈംബ്രാഞ്ച്, CBI ഒക്കെ മാറി അന്വേഷിച്ചിട്ടും റെഫർ ചെയ്തുകൊണ്ടിരുന്ന കേസാണ് ഈ അഭയ കേസ്. പക്ഷേ കോടതി വെറുതെ വിട്ടില്ല. ഇന്ന് ഹൈക്കോടതിയുടെ ഈ ഉത്തരവ് കൊണ്ട് ഞാൻ മനസ്സിലാക്കുന്നത്, അതിലെ പരാമർശങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത്, കോടതി അങ്ങനെ വെറുതെ വിടില്ല. ക്രൈംബ്രാഞ്ച് അന്വേഷിക്കട്ടെ, ഞങ്ങൾ കണ്ണടച്ചിരുന്നോളാം എന്ന രീതിയിലല്ല കോടതി പറയുന്നത്. കോടതി ക്രൈംബ്രാഞ്ചിന്റെ ഓരോ അന്വേഷണ ഘട്ടവും കൃത്യമായിട്ട്
മനസ്സിലാക്കിയിട്ട് ഇതേപോലെ വെറുതെ എഴുതി തള്ളുന്ന രൂപത്തിലൊരു റഫർ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗംഭീരമായ രൂപത്തിൽ പ്രതികരിക്കുകയും ഒരുപക്ഷെ കോടതിയുടെ മേൽനോട്ടത്തിൽ അഭയ കേസ് പോലെ അതല്ലെങ്കിൽ CBIയുടെ അന്വേഷണം എന്ന രീതിയിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്.